എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സിഗർ പാൻറ് എങ്ങനെയാണ് തയ്ക്കുന്നതെന്നുള്ള അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണാൻ വേണ്ടി പോകുന്നത്. ഒപ്പം നമ്മൾ താഴ്ഭാഗത്തായിട്ട് ഒരു ലേസ് വർക്കും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എന്ന് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വൈറ്റ് കളർ തുണിയാണ്, പ്യുവർ കോട്ടൺ ആണ്. ഇത് വന്നിട്ട് നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ ഒരു എക്സൽ സൈസ് വരെയാണ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഒരു 40 അതായത് നമ്മളെ വേസ്റ്റ് ബാൻഡിൻ്റെ അളവ് ഒരു 40 ഇഞ്ചൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതുവരെ നിങ്ങൾക്ക് എന്താ പറയുക 1.5 മീറ്റർ തുണി എടുത്താൽ മതിയാവും. 1.5 മീറ്റർ തുണി എടുക്കുമ്പോൾ നല്ല വീതിയുള്ള തുണി നോക്കി എടുക്കണം. ഇനി വീതി കുറഞ്ഞ തുണിയാണെന്നുണ്ടെങ്കിലും ടെൻഷനൊന്നും വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് കളറ് ചേർന്ന് കിട്ടുമ്പോൾ ചിലപ്പോൾ വീതി കുറഞ്ഞ തുണിയൊക്കെ ആയിരിക്കും ചിലപ്പം കിട്ടുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീതി കുറഞ്ഞ തുണിയിൽ എങ്ങനെയാണ് സിഗർ പാൻറ് തയ്ക്കുന്നതെന്നുള്ള വീഡിയോ, അതും കുറഞ്ഞ തുണിയിൽ എങ്ങനെയാണ് തയ്ക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഐക്കാർഡിൽ കൊടുക്കാം, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ നമുക്കിനി തുണി ഇതേപോലെ രണ്ടാക്കിയിട്ട് മടക്കിയിട്ടിട്ട് ഇതിൻ്റെ ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗം, അതായത് തുറന്ന് കിടക്കുന്ന ഭാഗത്താണ് നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സാധാരണ നമ്മൾ എപ്പോഴും ചുരിദാറിനായാലും എന്തിനായാലും നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ, പലാസയ്ക്കൊക്കെ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗത്താണ് മാർക്ക് ചെയ്യുക. പക്ഷേ ഇത് നമ്മൾ ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്താണ് മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എവിടെയാണോ, അതായത് പാൻറ് എവിടെയാണോ ഇടുന്നതെന്ന് വെച്ചാൽ അവിടെ മുതൽക്ക് താഴെ വരെ നിങ്ങൾക്ക് എത്രയാണ് അളവ് വേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് അളന്ന് വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ലെങ്ത്തിലുള്ള ഏതെങ്കിലും ഒരു പാൻറ് എടുത്തിട്ട് അളന്നാലും മതി. എന്നിട്ട് ഞാൻ ഇപ്പോൾ നേരത്തെ ആദ്യം തുടക്കത്തിലേ ഞാൻ പറഞ്ഞു താഴ്വശത്ത് ഞാനൊരു ലേസിൻ്റെ വർക്ക് കൊടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ നിങ്ങളിതുപോലെ എന്തെങ്കിലും ലേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലേസിൻ്റെ വിഡ്ത്ത് എത്രയാണെന്നുള്ളത് അളക്കുക. താഴത്ത് കൊടുക്കേണ്ട ബാൻഡ് എത്ര വേണം എന്നുള്ളത് ഏകദേശം അളന്ന് വെക്കുക. എന്നിട്ട് അത് കുറച്ചിട്ട് ബാക്കിയുള്ള അളവ് വേണം നമ്മളിപ്പോൾ ഇതിൽ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ കേസിൽ ലേസ് വന്നിട്ട് 2 ഇഞ്ച് ലെങ്ത്തുള്ള ലേസായിരുന്നു. ഞാൻ 3 ഇഞ്ചാണ് ബാൻഡിന് കൊടുക്കുന്നത്. അങ്ങനെ ഒട്ടാകെ 5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ടോട്ടൽ ലെങ്ത്ത് 38 ഇഞ്ചാണ്. 38 5 ഇഞ്ച് കുറച്ചാൽ 33 ഇഞ്ച്. ഈ 33 ഇഞ്ച് നമുക്ക് വേസ്റ്റ് ബാൻഡ് അടക്കമുള്ള അളവാണ്. പ്ലസ് അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി ചേർത്തിട്ട് 34 ഇഞ്ച് മാർക്ക് ചെയ്യും. ഇനി വേസ്റ്റ് ബാൻഡ് മടക്കി തയ്ക്കണ്ടേ നമുക്ക്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മുകളിലൊരു 2 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. അതായത് നമുക്ക് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 2 ഇഞ്ച് കൊടുത്തത്. ഈ 2 ഇഞ്ച് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാനിവിടെ 1 ഇഞ്ചിൻ്റെ എലാസ്റ്റിക് എടുത്തത് കൊണ്ടാണ് 2 ഇഞ്ച് കൊടുത്തത്. നിങ്ങൾ 1.5 ഇഞ്ചിൻ്റെ എലാസ്റ്റിക് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കൂട്ടിയിട്ട് തുണി കൊടുക്കണം. അങ്ങനെ ഞാൻ 2 ഇഞ്ചിൽ മുകളിൽ നിന്ന് താഴോട്ടേക്ക് നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് താഴോട്ടേക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അളവ് പ്രകാരം നമുക്ക് താഴെ എത്രയാണോ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അത് കുറച്ചിട്ട് ബാക്കിയുള്ള അളവ് പ്ലസ് 1 ഇഞ്ചും കൂടി ചേർത്തിട്ട് എടുക്കുക. അതായത് ടോട്ടൽ അളവെന്ന് നിങ്ങൾ ലേസും ബാൻഡും വെക്കുന്ന ആ അളവ് കുറയ്ക്കുക. ബാക്കിയുള്ള അളവ് അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി ആഡ് ചെയ്തിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ ഓൾറെഡി വേസ്റ്റ് ബാൻഡ് അളന്ന് വെച്ചിട്ടുണ്ടാവണം. എനിക്കിവിടെ 36 ഇഞ്ചാണ് വേസ്റ്റ് ബാൻഡ്. അപ്പോൾ അത് ഇതുപോലെ നമ്മൾ 4 ആക്കിയിട്ട് മടക്കുക. ടാപ്പിന് ഇതുപോലെ 4 ആക്കി മടക്കിയാൽ മതി. ആദ്യം പകുതി മടക്കുക, പിന്നെ അതിനെ പകുതി മടക്കുക. അപ്പോൾ 9 ഇഞ്ച് കിട്ടും. അതായത് എൻ്റെ കേസിൽ 36 ഇഞ്ച് ആയതുകൊണ്ട് അതിനെ ഡിവൈഡഡ് ബൈ 4 ചെയ്തപ്പോഴാണ് 9 ഇഞ്ച് കിട്ടിയത്. നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ വേസ്റ്റ് ബാൻഡ് അതേ ഡിവൈഡഡ് ബൈ 4 ചെയ്യുക. അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടി എക്സ്ട്രാ ആഡ് ചെയ്യുക. അതെല്ലാവർക്കും 2 ഇഞ്ചാണ് കേട്ടോ. 2 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് ഇതേപോലെ നമ്മളൊരു മാർക്ക് കൊടുക്കുക. അതായത് നമ്മൾ വേസ്റ്റ് ബാൻഡ് വിട്ടിട്ട് നമ്മളൊരു ലൈൻ വരച്ചല്ലോ, ആ ലൈനിലാണ് ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അവിടുന്ന് താഴോട്ടേക്കും സെയിം ഇതേ അളവ് തന്നെ 9 + 2 11 ഇഞ്ച് നമ്മൾ താഴോട്ടേക്കും മാർക്ക് ചെയ്യുക. നോച്ച് ഏരിയ വരയ്ക്കാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ നമ്മളൊരു സ്കെയിൽ വെച്ചിട്ട് നമുക്കൊന്ന് അത് വരയ്ക്കാം. സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക, കാരണം നമുക്ക് ഒരു ഇതുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ഈ വരച്ച പോയിൻ്റ്, അതായത് നമ്മളിപ്പോൾ സ്കെയിൽ വെച്ചിട്ട് ഇപ്പോൾ നോച്ച് ഏരിയയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പോയിൻ്റ് വരച്ചല്ലോ, ആ പോയിൻ്റിൽ നിന്ന് നമ്മളൊരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ആ ഈ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻ്റിൽ നിന്ന് നമ്മളിപ്പോൾ നേരെ സ്കെയിൽ വെച്ചിട്ട് വരച്ച നേരത്തെ 11 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ലൈൻ ഉണ്ടല്ലോ, അതായത് എൽ ഷേപ്പിൽ വരച്ചില്ലോ. നമ്മൾ സാധാരണ എങ്ങനെയാണ് ഒരു ആം ഹോൾ കുഴിച്ച് വരയ്ക്കുക, അതുപോലെ കുഴിച്ച് വരയ്ക്കുക. ഒത്തിരി വല്ലാതെ കുഴിച്ച് വരയ്ക്കേണ്ട, എന്നാൽ ഒന്ന് കുഴിച്ച് വരയ്ക്കുകയും വേണം. അവിടെയാണ് നമ്മുടെ നോച്ച് ഏരിയ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ അങ്ങനെ കുഴിച്ച് വരച്ചത്. ഇനി നമുക്ക് പാൻറ്റിൻ്റെ താഴ്വശത്ത് അടിഭാഗത്ത് കൊടുക്കുന്ന വണ്ണം ഇതുപോലെ നമ്മൾ ഈ ഭാഗം, അതായത് നമ്മൾ നോച്ച് ഏരിയ വരെ എടുത്തിട്ടുള്ള വിടുത്തുണ്ടല്ലോ, അതേ ഡിവൈഡഡ് ബൈ ചെയ്താൽ കുഴപ്പമില്ല. അത് നമുക്ക് 13.5 ഇഞ്ചാണ് കിട്ടുക. അപ്പോൾ 13.5 ഞാനൊരു 14 ആക്കി റൗണ്ട് ചെയ്തിട്ട് അതേ ഡിവൈഡഡ് ബൈ 2 ചെയ്തപ്പോൾ ഞാൻ 7 ഇഞ്ചാണ് എടുത്തത്. ഇനി നിങ്ങൾക്ക് അത്രയും ലൂസ് വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ താഴത്ത്, അതായത് നിങ്ങളുടെ കാലിൻ്റെ അവിടെ നിങ്ങൾക്ക് എവിടെയാണോ പാൻറ്റ് വന്ന് നിൽക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ഒന്ന് അളക്കുക. അങ്ങനെ എടുത്താലും മതി. അപ്പോൾ ഞാൻ ഈ 7 ഇഞ്ച് സൈഡിൽ നിന്ന്, അതായത് ഒരു സൈഡിൽ നിന്ന് 7 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് 7 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നമ്മൾ എന്താ പറയുക, ടാപ്പ് വെച്ചിട്ട് ഇത് 7 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ നമുക്ക് 3.5 ആണല്ലോ കിട്ടുക. അപ്പോൾ ഈ ടാപ്പ് 3.5 വെച്ചിട്ട്
നമ്മൾ രണ്ട് സൈഡിലേക്കും 3.5 വെച്ചിട്ട് മാർക്ക് ചെയ്യുകയാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് സൈഡിലെ അളവല്ലല്ലോ വേണ്ടത്, കുറച്ച് മാറിയിട്ട് വേണം സിഗരറ്റ് പാൻറ്റ് തയ്ക്കുമ്പോൾ എപ്പോഴും സൈഡിലല്ല നമ്മൾ മാർക്ക് ചെയ്യുക, താഴത്തെ വണ്ണം. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ നോച്ച് ഏരിയ വരച്ച ആ പോയിന്റ് നമ്മളൊന്ന് സ്ട്രെയിറ്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ മുതൽക്ക് നമ്മളിപ്പം മാർക്ക് ചെയ്തില്ല, താഴത്തെ വണ്ണം മാർക്ക് ചെയ്തില്ല, നമ്മളൊരു 3.5 ഇഞ്ച് വിട്ടിട്ട് മാർക്ക് ചെയ്ത ആ പോയിന്റും ഈ പോയിന്റും കൂടി ചേർത്തിട്ട് ഇതേപോലെ ടാപ്പ് വെച്ചിട്ട് മാർക്ക് ചെയ്യുക. ഇനി ഇപ്പുറത്തെ സൈഡ് വരുമ്പോൾ, അതായത് നമ്മൾ നോച്ച് ഏരിയൻ്റെ ഭാഗം വരുമ്പോൾ ഇതേപോലെ നോച്ച് ഏരിയൻ്റെ പോയിന്റും പിന്നെ നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത 3.5 വന്ന് നിൽക്കുന്ന പോയിന്റില്ലേ ആ പോയിന്റും കൂടി വരയ്ക്കുക. അത് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, മറ്റേത് നമ്മൾ സ്ട്രെയിറ്റ് ആണ് മാർക്ക് ചെയ്തത്, ഇവിടെ നമുക്ക് സ്ട്രെയിറ്റ് മാർക്ക് ചെയ്യാൻ പറ്റില്ല, ഒന്ന് കുഴിച്ച് വരച്ചിട്ട് വേണം നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ പോയിന്റ് ഒന്ന് നമ്മളെ വേസ്റ്റ് ബാൻഡിൻ്റെ അങ്ങോട്ടേക്കും കൂടി ചേർത്ത് വരയ്ക്കാം. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്ത അത്രയും ഭാഗം നമുക്കൊന്ന് ഒരു കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് 2 പീസ് ഉണ്ടാവും. ഇതാണ് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ 2 പീസ് ഉണ്ടാവും. ഇതാണ് നമ്മളെ ഫ്രണ്ടിലെ ഭാഗത്തിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള 2 പീസ്. ഇനി നമുക്ക് ബാക്കിലേക്ക് വേണ്ടിയിട്ടുള്ളത് കട്ട് ചെയ്യാം. നമ്മൾ തുണി നിവർത്തിയിടുമ്പോൾ ഇതാണ് തുണീൻ്റെ ഷേപ്പ് ഉണ്ടാവുക, കാരണം നമ്മൾ കട്ട് ചെയ്ത ഭാഗം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ അതിൻ്റെ കട്ടിങ് വരുന്ന ഭാഗത്ത്, അതായത് ഈ എന്താ പറയുക മാക്സിമം വരുന്ന ഭാഗത്ത്, അതായത് നമുക്ക് എത്രത്തോളം സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടുന്നോ ആ ഭാഗത്ത് നിന്ന് നമ്മളൊരു 4 ഇഞ്ച്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു താഴെ ഞാനൊരു 3 ഇഞ്ചിൻ്റെ ഒരു ബാൻഡ് പോലെ ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യാം. അത് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് കട്ട് ചെയ്യുന്നത് എന്താ വെച്ചാൽ, കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്കിനി ബാക്ക് പീസ് കട്ട് ചെയ്യുമ്പോൾ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ഈ പീസ് എന്തായാലും ഓൾറെഡി വേണ്ടതുമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഉള്ള ഭാഗത്ത് നിന്ന് മാക്സിമം നല്ല പോലെ അതായത് ഒരേമാതിരി 4 ഇഞ്ച് വരുന്ന അവിടെ നിന്ന് അളവ് നമ്മളൊരു 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിനെ മാറ്റി നിർത്തുന്നുണ്ട്. എന്നതിന് ശേഷമാണ് നമ്മളിനി ബാക്ക് പീസ് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് എന്താ വെച്ചാൽ നല്ല കറക്റ്റായിട്ട് ബാക്ക് പീസ് കിട്ടും. ഇനി നമ്മൾ ഫ്രണ്ടിൽ കട്ട് ചെയ്ത് വെച്ചാൽ, അതായത് നമ്മൾ പാൻറ്റിൻ്റെ ഫ്രണ്ടിലേക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 1 അല്ല 2 പീസ്, ഒരേ അളവിലുള്ള 2 പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇതേപോലെ നമ്മളിപ്പോൾ നേരെ മാർക്ക് ചെയ്ത്, അതായത് നിവർത്തിയിട്ട് നമ്മുടെ തുണീൻ്റെ മേലെ കറക്റ്റ് വെക്കുക. ആ ഷേപ്പ് എങ്ങനെയാണോ ആ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ വെക്കുക. ഇതും നമ്മൾ ഓപ്പണിംഗ് ഭാഗത്തു നിന്നാണ് മാർക്ക് ചെയ്യുന്നത്. വെച്ചിട്ട് അതിൻ്റെ നോച്ച് ഏരിയ വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ നോച്ച് ഏരിയ വരുന്ന ഭാഗത്തു നിന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ കൊടുക്കുക. ആ ലൈൻ കൊടുത്തിട്ട് അവിടെ നിന്ന് പിന്നെയും നമ്മൾ ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ബാക്കിലേക്ക് വേണ്ടിയിട്ടുള്ള നോച്ച് ഏരിയ നമ്മൾ കുഴിച്ച് വരയ്ക്കും. ഇങ്ങനെ കുഴിച്ച് വരച്ചതിന് ശേഷം പിന്നെ നമ്മൾ നോച്ച് ഏരിയ കഴിഞ്ഞിട്ട് പിന്നെ താഴത്തേക്ക് നമ്മളൊരു ലൈൻ കൊടുത്തല്ലോ, നമ്മുടെ താഴത്തേക്കുള്ള അളവിലേക്കൊരു ലൈൻ കൊടുത്തു. ആ ലൈനിൽ നിന്ന് ടാപ്പ് വെച്ചിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഡോട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഡോട്ടിനനുസരിച്ചിട്ട് നമ്മൾ വരയ്ക്കുക. അപ്പോൾ ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത ഇത്രയും ഭാഗമാണ് നമുക്ക് ബാക്ക് പീസിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ മാർക്ക് ചെയ്യുന്നത്. അതായത് ഈ നമ്മൾ നോച്ച് ഏരിയൻ്റെ സൈഡിൽ മാത്രമേ നമ്മൾ എക്സ്ട്രാ ആയിട്ട് മാർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പുറത്തെ സൈഡ് കറക്റ്റ് അതേ അളവ് പോലെ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ഇനി അതിന് ശേഷം നമ്മൾ വേസ്റ്റ് ബാൻഡിൻ്റെ മുകളിലേക്ക് ഒരു 2 ഇഞ്ചും കൂടി മാർക്ക് ചെയ്തിട്ട് ആ പോയിന്റിൽ നിന്ന് നമ്മൾ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന പോയിന്റിലേക്ക് ഒന്ന് ആംഗിളായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് വേസ്റ്റ് ബാൻഡ് അടിക്കുമ്പോൾ, അതായത് നമ്മൾ മടക്കി തയ്ക്കുമ്പോൾ ഒരു ലൂസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തയ്ക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇത്രയും മാർക്ക് ചെയ്ത്, അതായത് ഇത്രയും കാര്യങ്ങളാണ് നമുക്കിപ്പോൾ എക്സ്ട്രാ ആയിട്ട് ഫ്രണ്ടിലെ പീസിൽ നിന്ന് ബാക്കിലെ പീസിലേക്ക് എക്സ്ട്രാ ആയിട്ട് വരുന്നത്. അപ്പോൾ ആ മാർക്ക് ചെയ്ത കാര്യങ്ങളും കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് നിവർത്തുമ്പോൾ അതും ഇതുപോലെ തന്നെ നമുക്ക് 2 പീസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് പൊട്ടാകെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വേണ്ടിയിട്ട് 4 പീസ് ഉണ്ട്. ബാക്കിലെ 2 പീസും ഒരേ അളവാണ്, ഫ്രണ്ടിലെ 2 പീസിനും ഒരേ അളവാണ്. അങ്ങനെ നമുക്ക് 4 പീസ് ഉണ്ട്. ഇനി നമുക്ക് താഴത്തേക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു ഞാനൊരു ബാൻഡ് പോലെ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള പീസും കൂടി കട്ട് ചെയ്യാം. അതിന് വേണ്ടി നേരത്തെ നമ്മളൊരു 4 ഇഞ്ച് വിടുത്തുള്ള പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ആ പീസ് ഇത് 2 ആയിട്ടുണ്ട്, 2 തുണിയാണ്, 2 ആയി മടക്കിയിട്ടതാണ്. അതിന് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. ബാൻഡിന് വേണ്ടിയിട്ടുള്ള പീസ് കട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. ബാൻഡിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ടിൽ താഴത്തെ വീതി നമ്മൾ കൊടുത്തിട്ടുള്ളത് 7 ഇഞ്ചാണ്. ആ 7 ഇഞ്ച് മാർക്ക് ചെയ്യുക, മുകളിലേക്ക് 4 ഇഞ്ച് കൊടുക്കുക. 4 ഇഞ്ച് എന്തിനാണ് കൊടുക്കണമെന്ന് വെച്ചാൽ 3 ഇഞ്ചാണ് നമുക്ക് ബാൻഡ് വേണത്. അപ്പോൾ നമുക്ക് മടക്കി തയ്ക്കാൻ 1 ഇഞ്ച് പോവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 4 ഇഞ്ച് കൊടുക്കുന്നത്. ആ 4 ഇഞ്ച് കൊടുത്തിട്ട് നമുക്ക് ആ പീസൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ശരിക്കും 6 പീസ് വേണം. അതായത് ഫ്രണ്ടിൽ 2 പാർട്ടായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തത്. അപ്പോൾ ഒരു ഭാഗത്തേക്ക് 3 പീസും മറ്റേ ഭാഗത്തേക്ക് 3 പീസും, അതുപോലെ തന്നെ ബാക്കിലേക്കും 3 പീസും വീതം വേണം. ഇതുപോലെയാണ് നമ്മൾ കറക്റ്റ് ഈ അളവ് നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കിൽ കട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ 7 ഇഞ്ച് എടുത്തതിന് പകരം 9 ഇഞ്ച് എടുക്കണം. കാരണം 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ബാക്ക് പീസ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്ട്രാ ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എത്രയാണോ വിഡ്ത്ത് എടുക്കുന്നത് വെച്ചാൽ ആ വിഡ്ത്തിനനുസരിച്ചിട്ടാണ്, ഞാൻ ഇവിടെ കിട്ടിയ വിഡ്ത്താണ് പറയുന്നത്. പൊട്ടാകെ നമുക്ക് 6 പീസ് വേണം. ഫ്രണ്ടിലേക്കും 6 പീസ് വേണം, ബാക്കിലേക്കും 6 പീസ് വേണം. ഇതേ അളവിൽ നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ആവശ്യമുള്ള എത്രയാണോ അത്രയും കട്ട് ചെയ്തെടുക്കണം.
കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. നമ്മൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വേണ്ടിയിട്ട് കട്ട് ചെയ്ത പീസുകളും പിന്നെ താഴത്തേക്ക് ബാൻഡ് വെക്കാനുള്ള പീസും പിന്നെ നമ്മൾ ലേസും ഇത്രയാണ് നമ്മൾ ഇനി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ആദ്യം ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഒരു പീസ്, അതായത് നമ്മൾ ഒരേപോലത്തെ 2 പീസ് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടാവും. അതിലൊരു പീസ് ആദ്യം ഇതുപോലെ വെക്കുക, നല്ല വശം വെക്കുക. അതിൻ്റെ മുകളിൽ മറ്റേ പീസിൻ്റെ നല്ല വശം വരത്തക്ക രീതിയിൽ വെക്കുക. എന്നിട്ട് നോച്ച് ഏരിയ വരെ നമ്മൾ മുകളിൽ നിന്ന്, അതായത് നമ്മൾ വേസ്റ്റ് ബാൻഡ്, അതായത് ഏറ്റവും മുകളിൽ നിന്ന് നമ്മൾ നോച്ച് ഏരിയ വരെ അതേ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ 2 സ്റ്റിച്ച് കൊടുക്കണം. സെക്യൂറായിട്ട് 2 സ്റ്റിച്ച് കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ നമ്മൾ ഇരിക്കുന്ന സമയത്തൊക്കെ അവിടെ പിന്നി പോകാനൊക്കെ അധികം സാധ്യത കൂടുതലുള്ള ഭാഗമായതുകൊണ്ട് നമ്മളെപ്പോഴും ആ ഭാഗം നമ്മൾ 2 സ്റ്റിച്ച് കൊടുത്തിട്ട് സെക്യൂർ ആക്കിയിട്ട് വേണം നിർത്താൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമ്മൾ ഫ്രണ്ടിലെ പീസും ചെയ്യണം, ബാക്കിലെ പീസും ചെയ്യണം. അതൊന്ന് നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് 2 ഭാഗം, അതായത് ഫ്രണ്ടിലെ പീസും ബാക്കിലെ പീസും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തേക്ക് ബാൻഡ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ 6 പീസ് എടുക്കുന്നുണ്ട്. ഫ്രണ്ടിലേക്കും 6 പീസ് എടുക്കുന്നുണ്ട്, ബാക്കിലേക്കും 6 പീസ് എടുക്കുന്നുണ്ട്. അതായത് ഒരു പീസിന് നമ്മൾ 3 എണ്ണം വെച്ചിട്ട് എടുക്കുന്നുണ്ട്. കാരണം എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ബാൻഡ് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പണ്ടൊക്കെ പാട്ടിയാല പാൻസൊക്കെ ഇടുന്ന സമയത്ത് അതിന് താഴത്തൊരു കട്ടി ഉണ്ടാവാറില്ലേ, അത് ബാൻഡായിട്ട് തന്നെ ചിലപ്പോൾ വെച്ച് കൊടുക്കാം, ചെറിയ വീതിയുള്ളത്. ഇത് നമുക്ക് ഇത്രയും വീതിയുള്ള പീസ് നമുക്ക് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ എക്സ്ട്രാ ഒരു പീസും കൂടി കൊടുത്തിട്ട് അതൊന്ന് കട്ടിയാക്കുന്നത്. നമ്മൾ ചില ബ്ലൗസിലൊക്കെ നമ്മൾ ഇതേപോലെ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഉള്ളിൽ വെക്കുന്ന പീസ് അത് വെക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ നമ്മുടെ 2 സൈഡിലേക്കും നമുക്ക് അടിക്കാനുള്ള പീസുകൾ വെക്കുക. ആദ്യം ഒരു പീസ് വെക്കുക, പിന്നെ ഒരു പീസ് വെക്കുക. എന്നിട്ടൊരു സ്റ്റിച്ച് കൊടുക്കുക, ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് കൊടുക്കുക. ഇതുപോലെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു പീസ് മറിച്ചെടുത്തിട്ട് അവിടെ ഒന്ന് പതിച്ചടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഒന്നുകൂടെ മറിച്ചിട്ട്, അതായത് ഉള്ളിലേക്ക് എടുത്തിട്ട്, അതായത് ആ പീസ് പുറമേക്ക് അടി കാണാത്ത രീതിയിൽ ഉള്ളിലേക്ക് എടുത്തിട്ട് ബാക്കി 3 വശവും നമ്മളൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അതായത് നമ്മൾ ഫ്രണ്ടിലേക്ക് തന്നെ 2 പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നിന് വെക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇപ്പോൾ റെഡിയായി. ഇതുപോലെ തന്നെ ബാക്കി 4 എണ്ണവും നമ്മൾ അടിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ മറിച്ചെടുത്തിട്ട് പിന്നെ ബാക്കി 3 ഭാഗം കൂടി ഒന്ന് അടിച്ചെടുക്കുക. കാരണം അത് 3 പീസും ഒപ്പരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ ബാക്കി 4 പീസും ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ബാക്കിലേക്ക് 2 എണ്ണം, ഫ്രണ്ടിലേക്ക് 2 എണ്ണം, അങ്ങനെ 4 എണ്ണം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലേസ് എടുക്കാം. സെയിം കളർ ലേസ് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ കളർ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഞാനിവിടെ സെയിം കളർ ലേസാണ് എടുത്തത്. ലേസ് എടുത്തിട്ട് ഇപ്പോൾ നമ്മൾ അടിച്ച് വെച്ച ആ ഭാഗം ലേസിൻ്റെ മുകളിലേക്ക് ഒരു 1/4 ഇഞ്ചിൽ മടക്കിയിട്ട്, 1/4 ഇഞ്ചിലോ 1/2 ഇഞ്ചിലോ മടക്കിയിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്യാം. അതേപോലെ നമുക്ക് 4 എണ്ണത്തിലും ഇതേപോലെ നമുക്കൊന്ന് ലേസ് സ്റ്റിച്ച് ചെയ്യണം. ഇനി നമ്മൾ നേരത്തെ അടിച്ച് വെച്ച, അതായത് നോച്ചയിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ച നമ്മുടെ പാൻറ്റിൻ്റെ 2 ഭാഗങ്ങളുണ്ടാവും. അതിൽ ഇതേപോലെ ലേസ് വെച്ചിട്ട് നമ്മളൊരു സ്റ്റിച്ച് കൊടുത്തിട്ട് ഇതേപോലെ മറിച്ചെടുക്കുമ്പോൾ ലേസ് അവിടെ കറക്റ്റായിട്ട് 2 ഭാഗമായിട്ട് അറ്റാച്ചായിട്ട് നിന്നോളും. ഇതേപോലെ നമുക്ക് 4 ഭാഗത്തും അതായത് പാൻറ്റിൻ്റെ 4 സൈഡിലും നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ സൈഡ് ജോയിൻ ചെയ്യുക. അതായത് നോച്ചേരിയ വരുന്ന ഭാഗത്തല്ല, നമ്മുടെ പാൻറ്റിൻ്റെ സൈഡ് ഉണ്ടല്ലോ, 2 വശത്തായിട്ട് 2 സൈഡ് ഉണ്ട്. ആ സൈഡ് നമുക്ക് ജോയിൻ ചെയ്യാം. കറക്റ്റ് ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വരത്തക്ക രീതിയിൽ, അതായത് നല്ല വശത്തിൻ്റെ മുകളിൽ നല്ല വശം വരത്തക്ക രീതിയിൽ വെക്കുക. എന്നിട്ട് ഒരു തറ്റം മുതൽക്ക് അടുത്ത തറ്റം വരെ, അതായത് നമ്മളിപ്പോൾ അറ്റാച്ച് ചെയ്ത ലേസും ബാൻഡും അടക്കം വരെ ലാസ്റ്റ് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്താം. ഇതുപോലെ നമ്മൾ 2 സൈഡിലും ചെയ്യാം. നമ്മളിവിടെ 2 സൈഡിലും ഇതേപോലെ നമ്മൾ അതായത് ഒരു തറ്റം മുതൽക്ക് അടുത്ത തറ്റം വരെ, അതായത് നമ്മളിപ്പോൾ താഴത്ത് കൊടുത്ത ബാൻഡിൻ്റെയും ലേസിൻ്റെയൊക്കെ ആ തറ്റം വരെ നമ്മൾ ഇതേപോലെ ലോക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോച്ചേരിയും കൂടി സ്റ്റിച്ച് ചെയ്യാം. നോച്ചേരി സ്റ്റിച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ സൈഡ് പിടിക്കുമല്ലോ, അതായത് ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം പിടിച്ചിട്ടാണ് നമ്മൾ നോച്ചേരി സ്റ്റിച്ച് ചെയ്യാൻ പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് നോച്ചേരി സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ 2 തുണി തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ബാക്കിൽ തുണി വീതി കൂടുതലായിരുന്നു എടുത്തത്, ഫ്രണ്ടിൽ വീതി കുറവായിരുന്നു എടുത്തത്. അപ്പോൾ നമുക്ക് സൈഡ് പിടിച്ചു കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ തുണി മറിച്ചിടുക, അതായത് അടി വന്നിട്ടുള്ള ഭാഗത്തിട്ടിട്ട് നമ്മൾ ഒരു നോച്ചേരിൻ്റെ മുകളിൽ അടുത്ത നോച്ചേരിയ കറക്റ്റ് വരത്തക്ക രീതിയിൽ വെക്കുക. എന്നിട്ട് ഒന്നെങ്കിൽ നിങ്ങൾ സെൻറ്ററിൽ നിന്ന് ഒരു കാലിൻ്റെ തറ്റം വരെ തയ്ച്ചിട്ട് പിന്നെ ആ സെൻറ്ററിൽ നിന്ന് തന്നെ അടുത്ത കാലിൻ്റെ തറ്റം വരെ തയ്ക്കുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഒരു തറ്റം മുതൽക്ക് തയ്ച്ച് വന്നിട്ട് നമ്മൾ സാധാരണ നോച്ചേരി എങ്ങനെയാണോ തയ്ക്കുക അതുപോലെ തയ്ക്കുകയാണെങ്കിൽ അതുപോലെ തയ്ക്കാം. ഇവിടെ നോച്ചേരി സാധാരണ തയ്ക്കുന്നത് പോലെ തന്നെയാണ്, അതിൽ യാതൊരു വ്യത്യാസവുമില്ല. വ്യത്യാസമുള്ളത് എന്താണെന്ന് വെച്ചാൽ അതായത് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച ആ ഭാഗം പിടിച്ചിട്ട് തയ്ക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ഒരു നോച്ചേരിൻ്റെ മുകളിൽ അടുത്ത നോച്ചേരി വെച്ചിട്ട് സെൻറ്റർ ടു സെൻറ്റർ വയ്ക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ സ്റ്റിച്ച് ചെയ്യാം.
ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് നോച്ച് ഏരിയ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് വേസ്റ്റ് ബാൻഡും കൂടി മടക്കി തയ്ക്കുക എന്നുള്ളതാണ്. വേസ്റ്റ് ബാൻഡും കൂടി മടക്കി തയ്ച്ചാൽ നമ്മൾ സിഗർ പാൻറ്റിൻ്റെ പണി ഇവിടെ കഴിഞ്ഞു. വേസ്റ്റ് ബാൻഡ് മടക്കി തയ്ക്കുമ്പോൾ നേരത്തെ നമ്മൾ കട്ട് ചെയ്തപ്പോൾ ബാക്കിലെ പീസ് ഒരു 2 ഇഞ്ച് കൂടുതൽ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ചെരിച്ച് വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അത് ആലോചിച്ചിട്ട് ടെൻഷൻ ആവേണ്ട. സാധാരണ നമ്മൾ എങ്ങനെയാണോ വേസ്റ്റ് ബാൻഡ് മടക്കി തയ്ക്കുക അതുപോലെ തയ്ക്കുക. ആദ്യം ഒരു മടക്കുക, പിന്നെ ഒരു മടക്ക്. എത്ര ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ച് വെച്ചാൽ ആ എലാസ്റ്റിക് കടത്തി വിടാത്തക്ക രീതിയിലുള്ള അത്രയും ഭാഗം വിട്ടിട്ട് പിന്നീട് മടക്കി തയ്ക്കുക. അതായത് 1 ഇഞ്ചാണെന്നുണ്ടെങ്കിൽ ആ 1 ഇഞ്ച് വിട്ടിട്ട് പിന്നെ മടക്കി തയ്ക്കുക. അതുപോലെ തന്നെ ഫുള്ള് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ ഒരു പിന്നൊക്കെ കുത്തി വെച്ചിട്ട് നിങ്ങൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്താൽ മതി. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ബാക്ക് വശത്തിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ട് ചെറുപ്പം എന്താ പറയുക ഒരു ചെറിയൊരു പ്ലീറ്റ് പോലെ കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു പ്ലീറ്റ് കൊടുത്താലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മൾ എലാസ്റ്റിക് ചുരുങ്ങി വരുമ്പോൾ അത് അറിയാനൊന്നും പോകുന്നില്ല. എന്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്തത്, അങ്ങനെ ചെയ്യാതിരുന്നൂടേന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും. നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു ലൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇറുകി പിടിച്ചതുപോലെ ഉണ്ടാവും. അതിനുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ലൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ഒരു 2 ഇഞ്ച് മുകളിലേക്ക് എക്സ്ട്രാ കൊടുത്തത്. അപ്പോൾ അതിൽ നിങ്ങൾക്കൊരു ടെൻഷനും വേണ്ട. സാധാരണ മടക്കി പിന്നി കുത്തി വെക്കുക. എന്നിട്ട് ആ ഭാഗം എത്തുമ്പോൾ എന്താ പറയുക ചെറിയൊരു ലൂസ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ആ ലൂസ് ഒന്ന് ഒരൊറ്റ പ്ലീറ്റ് പോലെ കറക്റ്റ് സെൻറ്ററിൽ വരത്തക്ക രീതിയിൽ ഒരു പ്ലീറ്റ് പോലെ കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ സാധാരണ എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഗ്യാപ്പ് വിടണം. ആ ഗ്യാപ്പിലൂടെ നമ്മൾ എലാസ്റ്റിക് കടത്തിയെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിഗർ പാൻറ്റിൻ്റെ വീഡിയോ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം തൊട്ടടുത്തായിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.